ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി എൻജിൻ വർക്കായിട്ട് വന്ന എൻജിൻ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ എൻജിൻ വർക്കായിട്ടാണ് ചെയ്തതാണ്, ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നിലവിൽ വേറെ ഐറ്റംസായിട്ട് നമ്മളൊന്നും ഇതായിട്ട് ഇത് ചെയ്തിട്ടില്ല. കാരണം എല്ലാ പാർട്സുകളും തന്നെ റീപ്ലേസ് ചെയ്താണ് യൂസ് ചെയ്തതാണ് കേട്ടോ. ഇതിനകത്ത് വാൽവും അതിൻ്റെ ഗൈഡും മാത്രമാണ് നമുക്ക് പുറമെ സീറ്റിങ് ചെയ്തെടുക്കേണ്ടി വന്നത്. അത് ലേത്ത് വർക്ക് വന്ന കേസാണ്, വാൽവ് സീറ്റിങ്ങൊക്കെ. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് പുറമെ ചെയ്യേണ്ട ഒരു വർക്ക് വന്നതാണ്. ബാക്കിയിട്ട് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ഓൾറെഡി കമ്പനി ഐറ്റം ഒറിജിനൽ പാർട്സ് മേടിച്ച് മാറ്റി റീസെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതായിരുന്നു, ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ബെയറിങ് പോയിട്ടോ, സെൻട്രൽ വന്ന ഈ റാഡിൻ്റെ ബെയറിങ് പോയിട്ട് കിടന്ന പ്ലേ, അതാണ് സൗണ്ടായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ കണക്ടർ റോഡിന് ഒരു ചെറിയൊരു പ്ലേ വന്നാൽ പോലും നമുക്ക് സിലിണ്ടർ പിസ്റ്റനെ ഡയറക്റ്റ് ബാധിക്കും. അത് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലൊരു സ്ക്രാച്ച് വന്നു പോയിട്ടുണ്ട്. പിന്നെ എഞ്ചിനുമായി ബന്ധപ്പെട്ട് അഴിക്കണ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ക്ലച്ച് ഡിസ്ക്, ടൈമിങ് ചെയിൻ, അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, അതേപോലെ പ്ലഗ്, ഗിയർ ബോക്സിനകത്ത് പറഞ്ഞാൽ അതിൻ്റെ ഗ്യാസ്കറ്റുകൾ, എഞ്ചിൻ പറഞ്ഞ ഗ്യാസ്കറ്റുകൾ, അതേപോലെ തന്നെ ഓറിങ് ഐറ്റംസ്, ഡബിൾ പിന്നുകൾ, അങ്ങനത്തെ എല്ലാ ഭാഗങ്ങളും തന്നെ എഞ്ചിൻ്റെ മെയിനായിട്ട് വന്നേക്കണ എല്ലാ ഭാഗങ്ങളും സാധാരണ രീതിയിലൊരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരാവുന്ന എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ പാർട്സുകളും നമുക്ക് മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഗിയർ വീലുകൾ അങ്ങനത്തെ കേസുകളൊന്നും വേറെ പ്രോബ്ലമൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ വീലുകളൊന്നും നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. ബാക്കിയത്തെയൊക്കെ ഓൾറെഡി നമ്മൾ വർക്കായിട്ട് നമ്മൾ ക്ലിയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പിന്നെ ഇത് 1 ഇയറാണ് അതിൻ്റെ വാറണ്ടി നമ്മൾ പറയണത്. അപ്പോൾ അത് ശരിക്കും 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, അതിനകത്ത് ഏതാണോ ഫസ്റ്റ് വന്നെ അതാണ് നമുക്ക് അതിൻ്റെ വാറണ്ടി ഒരു പീരീഡ് എന്ന് പറയാം. പിന്നെ ഈ വണ്ടിക്കുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ എന്നാൽ പോലും നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ 1 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ആവറേജ് ഒരു 1000 കിലോമീറ്ററിനുള്ളിൽ, അതായത് ഒരു 500 തുടങ്ങി 1000 കിലോമീറ്ററിനുള്ളിൽ നമ്മളതിൻ്റെ ഇപ്പോൾ ഈ എഞ്ചിനിൽ ഉപയോഗിച്ചേക്കണ ഓയിൽ മാറ്റിയിട്ട് അതിൻ്റെ സ്ക്രീൻ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമുക്ക് ഇതൊക്കെ മുമ്പിലത്തെ നമ്മൾ വണ്ടി അഴിച്ചപ്പോഴുള്ളൊരു വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനകത്ത് സ്ക്രീൻ ഫിൽറ്ററൊക്കെ ശരിക്കും നല്ല രീതിയിൽ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മളതൊന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഓരോ 3000 കിലോമീറ്റർ ബേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കംപ്ലയിൻറ്റ്സ് വരാനായിട്ടുള്ള സാധ്യത അത് കറക്റ്റായിട്ടാണ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത 99% കുറവാണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. അപ്പോൾ നമുക്ക് വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ അത് കറക്റ്റാണ്. നമ്മുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഓൾറെഡി വാറണ്ടിക്ക് അതിൻ്റെ ഒരു അർഹത ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മളതിൻ്റെ ചെയ്തേക്കണതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ വർക്കിൻ്റെ കേട്ടോ. പിന്നെ കൂട്ടത്തിൽ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററൊക്കെ ഫുള്ളായിട്ട് ഒന്ന് അഴിച്ച് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ സ്വിച്ച് അസംബ്ലി, ഹാൻഡിൽ ബാറിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ കൺസോൾ വന്ന സ്വിച്ച് കംപ്ലയിൻ്റ് ആയിരുന്നു. അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നമുക്ക് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം വാട്ടർ സർവീസൊക്കെ ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ റീസെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ക്ലിയറായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കിയത്തെ ആഫ്റ്റർ സർവീസ് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കറക്റ്റായിട്ട് ചെയ്താലാണ് നമുക്ക് വാറണ്ടിക്ക് അർഹത ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം നമ്മുടെ ഡാറ്റയിൽ കൃത്യമായിട്ട് നമ്മളുടെ സർവീസ് ചെയ്താൽ അതിൻ്റെ ഹിസ്റ്ററി കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ. അത് പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബില്ലാവുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട്